എല്ലാവർക്കും നമസ്കാരം. മഴക്കോള് മാറിയിട്ടുണ്ട്. കാർമേഘങ്ങൾ അത്ര വലിയ കോപ്പ് കൂട്ടി നിൽക്കുന്ന ഒരവസ്ഥയില്ല. മാനം തെളിഞ്ഞ ഈ സമയത്ത് അല്പം രാഷ്ട്രീയമാവാം. അപ്പോൾ നമുക്ക് കോൺഗ്രസ് പാർട്ടിയെ പറ്റി പറയാം. കോൺഗ്രസ് പാർട്ടി ഒരു കാലഘട്ടത്തിൽ എനിക്ക് പ്രവർത്തിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കാരണം കോൺഗ്രസ് പാർട്ടി കുറേ കൂടി വിശാലമാണ്. ഈ കേഡർ സംവിധാനങ്ങളുടെ കരാള ഹസ്തങ്ങൾക്കിടയിൽപ്പെട്ട് ഞെരിയെ ഒന്നും വേണ്ട. കുറേ കൂടി വിശാലമായ കാഴ്ചപ്പാടുകളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ദീർഘനാൾ ഇന്ത്യ ഭരിച്ചിട്ടുള്ളതും കേരളം ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടി സംവിധാനം UDF വന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നാണ്. ഈ പൊളിറ്റിക്കൽ സയൻസിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എന്നെ പഠിപ്പിച്ച പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ ഈ കോൺഗ്രസ് പാർട്ടിയെ പറ്റിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി, അതിൻ്റെ ശൈലി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉപമ പറഞ്ഞു തന്നു. അതിങ്ങനെയാണ്: മഴയത്ത് നിൽക്കുന്ന ഒരു കുടയാണ് കോൺഗ്രസ് പാർട്ടി. മഴ വരുമ്പോൾ ആ കുടയിലേക്ക് ഒരുപാട് കുടയാണ് കോൺഗ്രസ് പാർട്ടി. മഴ വരുമ്പോൾ അതിൻ്റെ അണികളെല്ലാവരും ചേർന്ന് ആ കുടയോട് ചേർന്ന് നിൽക്കുന്നു. ആ കുട വളരെ നല്ലതാണെന്ന് പറയുന്നു. ആ കുടയ്ക്ക് മഹത് ഗുണങ്ങൾ പറയുന്നു. ആ കുടയുടെ ഉള്ളിൽ നിന്ന് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നു. മഴ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട എടുത്തൊരു വിഗ്വഹിക്ക് അവരവരുടെ വഴിക്ക് പോകും. പക്ഷെ വീണ്ടും മഴക്കാലം വരുന്നേക്കാളും മുന്നേ വീണ്ടും ഓടിപ്പറഞ്ഞ് ആ വീണ് കിടക്കുന്ന കുടയൊക്കെ ശീലാക്കി എന്നാക്കി വന്ന് എല്ലാവരും ആ കുടയിലേക്ക് എല്ലാവരും കയറി. ഇതാണ് ഒരു കോൺഗ്രസ് പാർട്ടി. ഇത് ഒരു കാലഘട്ടം വരെ ശരിയാണ്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ മാറി കുട വീക്കി കളഞ്ഞിട്ടേ ഇതിൻ്റെ ആളുകളൊക്കെ ഓടിപ്പോരും. പിന്നെ അടുത്ത മഴയ്ക്ക് വേണ്ടി ഈ കുടയെ എടുത്തുകൊണ്ട് വരാൻ ആരും ശ്രമിക്കണില്ല. കുട അവിടെ കിടന്ന് ദ്രവിച്ച് ഒടുക്കത്തടങ്ങി നാശോത്മകമായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾക്ക് പല വിധത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കോൺഗ്രസ്സുകാർ പറയുന്നത് വരട്ടെ, ഞങ്ങളുടെ തല്ലുപിടുത്തവും മറ്റു കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇനിയും സമയം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് അധികാരം തരണ്ട. ഈ ഒരു ചിന്താഗതിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പോകുന്നത്. ഇതേ ശൈലി തന്നെയാണ് ഇപ്പോൾ ചാലക്കുടിയിലെ പാർട്ടിക്കകത്ത് നടക്കുന്നത്. ചാലക്കുടിയിലെ പാർട്ടിക്കകത്ത് കുറേ കൂടി വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പരിചയമുള്ള ഒരു മണ്ഡലം കമ്മിറ്റിയാണ് കൊരട്ടി മണ്ഡലം കമ്മിറ്റി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിലുള്ള ആളുടെ പേര് ലീല ചേച്ചി, ലീല സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊരട്ടിയിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവ്. ദീർഘനാൾ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള, ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു നേതാവ്. അവർ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും വളരെ വലിയ ജനകീയതയുള്ള കൊരട്ടിയിലൊരു നേതാവാണ്. അവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിരിക്കാൻ വലിയ താല്പര്യത്തോടുകൂടി കേട്ടിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും കേട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു MLA കാൻഡിഡേറ്റ് നമ്മുടെ സമയം കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ട് ലീലാ സുബ്രഹ്മണ്യനെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ജാതീയ സമവാക്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാകാം ലീലാ സുബ്രഹ്മണ്യൻ സീറ്റ് കിട്ടാതെ പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലീലാ സുബ്രഹ്മണ്യന് പകരം ലീല ചാക്കോന്നോ ലീല ജോസഫ് എന്നൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ സീറ്റ് കിട്ടിയേനെ. പക്ഷേ അവർ വീണ്ടും കൊരട്ടിയിലെ പൊതുമണ്ഡലത്തിലും കൊരട്ടിയിലെ അവർക്ക് കിട്ടാവുന്ന പ്രവർത്തന മേഖലകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പോയ കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്. ഈ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധീശത്വമുള്ള അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണി തന്നെയായിരിക്കും പിന്നെയും ഭരിക്കുക. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കൊരട്ടിയിൽ വലിയൊരു ഫൈറ്റിംഗ് നടന്നു. 4 മുന്നണികളാണ് മത്സരിച്ചത്. കോൺഗ്രസിലെ തന്നെ ഈ ലീല ചേച്ചി വളരെ നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അന്ന് കോൺഗ്രസ്സുകാർ എല്ലാവരും ഒരുമിച്ച് നിന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കണം. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു റിഹേഴ്സൽ മത്സരമായിട്ട് നമ്മളിതിനെ നോക്കിക്കാണണം. അതുകൊണ്ട് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം. അതിന് ഫലം കണ്ടു. ഗ്രൂപ്പ് വൈരം മറന്ന് കൊരട്ടിയിലെ കോൺഗ്രസ്സുകാർ വളരെയധികം ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലീല ചേച്ചി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപേ തന്നെ ഉയർന്ന പദവികൾ അവർക്ക് കിട്ടേണ്ടതായിരുന്നു. MLA സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ് എന്നുള്ള ലെവലിൽ ഒരു DCC സെക്രട്ടറി എങ്കിലും മിനിമം ആവാൻ യോഗ്യതയുള്ള ഒരാളാണ് ലീല ചേച്ചി. പക്ഷേ എന്തുകൊണ്ടോ ലീല ചേച്ചി താഴെപ്പെടുന്നു എനിക്കറിയില്ല. ഈ കോൺഗ്രസിനകത്ത് മറ്റൊരു വിഷമകരമായ ചില സംഭവങ്ങളാണ്. ചില ജാതീയ സമവാക്യങ്ങൾ എപ്പോഴും പരിഗണിക്കും. ഇങ്ങനെ ജാതീയ സമവാക്യത്തിനുള്ളിൽ ഞെരിഞ്ഞെടുക്കപ്പെട്ടു പോയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ലീല ചേച്ചി. പാർട്ടി അവർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉയരേണ്ട അവസരങ്ങൾ കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ ലീല ചേച്ചി കൊരട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആവുന്നു. അവർ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ലീല ചേച്ചി മകൻ്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകുന്നത്. മകൻ്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാൻ തീർച്ചയായിട്ടും അവർക്ക് അവകാശമുണ്ട്, പോകേണ്ടത് തന്നെയാണ്. പക്ഷേ കൊരട്ടിയിലെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി, അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ദീർഘനാൾ ഇതിൽ നിന്ന് ലീവ് എടുത്ത് വിദേശത്തേക്ക് പോകുന്നത് അത് എത്രത്തോളം അഭികാമ്യമാണ്? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. അതല്ലെങ്കിൽ ജനം എന്ത് പറയും? ലീല ചേച്ചിയെ പോലുള്ള ആളുകൾക്ക് ജനം കൊടുക്കുന്ന സ്വീകാര്യതയുണ്ട്. ഇനിയിപ്പോൾ 5-6 മാസം കഴിഞ്ഞ് വീണ്ടും വന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സംസാരം, തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്റ്റ് വന്ന് നിൽക്കുമ്പോഴാണ് കൊരട്ടിയിലെ മണ്ഡലം കമ്മിറ്റി വളരെ സന്നിഗ്ധമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. കാരണം ലീല ചേച്ചി ഓൾറെഡി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം എന്തായിരുന്നു മാറേണ്ടി വരും, വിദേശത്തേക്ക് പോകുന്നു. അതിനെ തുടർന്ന് വരാൻ പോകുന്ന ആള് I ഗ്രൂപ്പിൽ നിന്നും പെട്ടെന്ന് തന്നെ ചാടി A ഗ്രൂപ്പിലേക്ക് വന്ന ഒരാളാണ്. അല്ലെങ്കിൽ ചാട്ടപ്പെട്ടു, ചാടാനായിട്ട് പ്രേരണ കൊടുത്ത് ചാടിപ്പിച്ചു, അങ്ങനെയും പറയാം. അതല്ലെങ്കിൽ I ഗ്രൂപ്പിനെ വളരെ താത്വികപരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചാടി I ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് പുതിയ മണ്ഡലം പ്രസിഡന്റ് ആകാൻ പോകുന്നത്. യുവാവാണ്. സംഗതിയൊക്കെ കുഴപ്പമില്ല. ഈ പറയുന്ന ആളെ എന്നെയും ഒരു സുഹൃത്ത് തന്നെയാണ്. ഞാൻ കഴിവ് കുറവുള്ള ആളാണെന്നും പറയില്ല. പക്ഷെ കൊരട്ടിയിലെ സാഹചര്യം, നിലവിലെ കൊരട്ടിയിലെ സാഹചര്യത്തിൽ
കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായിട്ടും കോൺഗ്രസിലെ എല്ലാ മതവിഭാഗങ്ങളെയും, കോൺഗ്രസിലെ പഴയകാല ഫാമിലികളെയും, പഴയകാല പ്രവർത്തകരെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആധികാരികതയുള്ള ഒരു നേതാവാണ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ സമയത്ത് വരേണ്ടത്. തീർച്ചയായിട്ടും ലീല ചേച്ചിക്ക് അത് ഒരു പരിധിവരെ സാധിക്കുമായിരിക്കും. അതുപോലുള്ള നേതാക്കന്മാർ കൊരട്ടിയിലുണ്ട്. ദീർഘനാളുകളായിട്ട് കൊരട്ടിയിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഇപ്പോഴുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ എൻ്റെ സുഹൃത്തെന്ന് പറയുന്ന ഈ യുവാവിനെ പെട്ടെന്നായിരുന്നു എനിക്ക് ചാടാൻ തോന്നിയത്. അങ്ങനെ ചാടി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് ആ വ്യക്തിക്കും തലവേദന ഉണ്ടാക്കും, കോൺഗ്രസ് പാർട്ടിക്കും തലവേദന ഉണ്ടാക്കും. വലിയ രീതിയിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ കൊരട്ടിയിൽ നയിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും MLA ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വളരെ കരുതലോടുകൂടി ഇടപെടലുണ്ടാവണം. കാരണം MLA വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MLA നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതിനൊക്കെ മുന്നോടിയായിട്ട് സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും മറ്റ് ഒരു ഏകോപനത്തിലൂടെ കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. ഇത് MLAക്കും വിനയാകും. അതുപോലെ തന്നെ കൊരട്ടിയിലെ കോൺഗ്രസ് പാർട്ടിക്ക് അതിലേറെ വിനയാകും. ഇടതുപക്ഷം അതിൻ്റെ ഉള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കുറേയും കൂടിയും അവർ കേഡർ സംവിധാനത്തിൻ്റെ ഒരു ഗുണമാണത്. കേഡർ സംവിധാനത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അവരുടെ മിഷനറി ചലിക്കും. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളികളും പൊട്ടിത്തെറികളുമാണ് കോൺഗ്രസ് പാർട്ടിയെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതിലൂടെ. പെട്ടെന്ന് തന്നെ ഐ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ലഭിച്ച ഈ ഒരു വ്യക്തിയെ ആരുടെയൊക്കെയോ ശ്രമഫലം കൊണ്ട് പെട്ടെന്നെടുത്ത് എ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഈ വലിയ സ്ഥാനം നൽകാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, കൊരട്ടിയാണ്. കൊരട്ടിയിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിരവധി ഘടകങ്ങളാൽ നിരവധി ആളുകളുടെ പിന്തുണയാൽ പോകേണ്ട സംഭവമാണ്. ആ പിന്തുണ ചില സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ടതുകൊണ്ടും ഈ ഗ്രൂപ്പ് അടിയും കൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ ഭരണം കിട്ടാതെ പോയത് എന്നുകൂടി ഇതിൻ്റെ ഉയർന്ന തലത്തിലുള്ള ആളുകൾ ചിന്തിക്കണം. പിന്നെ ജാതീയ സമവാക്യങ്ങൾ പരിഗണിക്കാറുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ തന്നെ പുതിയ KPCC പ്രസിഡന്റ് വന്നു. KPCC പ്രസിഡന്റ് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളായതുകൊണ്ട് തന്നെ ആ KPCC സംഘടനയിൽ തന്നെ അതൊരു ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പലിനെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ അടൂർ പ്രകാശിനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു ബാലൻസ്. തീർച്ചയായിട്ടും ഈ ബാലൻസ് എല്ലാ സ്ഥലങ്ങളിലും വേണ്ടേ. ഇപ്പോൾ ചാലക്കുടി പരിയാരം ബ്ലോക്കുകളിലെ മണ്ഡലം കമ്മിറ്റികളൊന്നും നോക്കൂ, എന്താണ് സ്ഥിതി? 8 മണ്ഡലം കമ്മിറ്റി ഉണ്ട്. 4 ഐ ഗ്രൂപ്പ് എടുത്തു. അതിൽ ഒരെണ്ണം പട്ടികജാതി വിഭാഗത്തിന് സംവരണം വന്നു, ഒരെണ്ണം വനിതയാവുന്നതുകൊണ്ട് ഇവിടെ കൊരട്ടിയിൽ ലീല ചേച്ചി മണ്ഡലം പ്രസിഡന്റായി, അതിരപ്പള്ളിയിൽ കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് പ്രസിഡന്റായി. തീർച്ചയായിട്ടും ഇങ്ങനെ 4 എടുക്കുമ്പോൾ നിങ്ങൾ അതിലൊരു ജാതി സമവാക്യം പരിഗണിച്ചാൽ ഈ 8 മണ്ഡലങ്ങളിലും ഏക ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മണ്ഡലം പ്രസിഡന്റ് ലീല ചേച്ചിയാണ്. ബാക്കിയെല്ലാം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളാണ് മണ്ഡലം പ്രസിഡന്റുമാർ. അപ്പോൾ ലീല ചേച്ചി പോകുന്നതോടുകൂടി അതും അവശേഷിച്ചു. ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നുകൂടി ചിന്തിക്കേണ്ടതാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ചിന്തിച്ചു പോകുന്ന പാർട്ടി സംവിധാനങ്ങൾ മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ജനങ്ങളെ മനസ്സിലാക്കാനും മറ്റു കാര്യങ്ങളും ഒന്നും പറ്റാത്ത തരം ഗ്രൂപ്പ് അടി തീർന്നിട്ട് സമയമുള്ളൂ. ഇങ്ങനെ ചാലക്കുടിക്കകത്ത് കോൺഗ്രസിന്റെ അടിവേര് തകർന്നു പോയ ഒരു മണ്ഡലം കമ്മിറ്റി ഉണ്ട്, എൻ്റെ നാടിരിക്കുന്ന മേലൂർ മണ്ഡലം കമ്മിറ്റി. അവരെ സംബന്ധിച്ചിടത്തോളം 25 വർഷമായിട്ട് അവരെ ജനങ്ങൾക്ക് വേണ്ട. അത് മനസ്സിലാക്കാൻ അവിടുത്തെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് സാധിക്കും. ഒരു പുതിയ തലമുറയെ പോലും വാർത്തു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ അടിത്തട്ട് മുഴുവൻ ചോർന്നു പോയി. ഇനി പ്രതിപക്ഷത്തേക്ക് എത്താൻ പോലും അവർക്ക് സാധിക്കുമെന്നെങ്കിൽ സംശയം. യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് BJP വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടെയാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നത്. അതിന് പുതിയ ഏതെങ്കിലും നേതൃസ്ഥാനത്തേക്ക് ആൾ വന്നാലും അവന്റെ തലക്കടിക്കുക. ഇതൊക്കെയാണ്. അപ്പം മേലൂരിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കമ്മിറ്റിയായിട്ട് കൊരട്ടി മാറരുത് എന്ന് കൂടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ മാറ്റാനായിട്ടും മേലെയുള്ള ഘടകങ്ങൾ, മേലെയുള്ള നേതാക്കന്മാർ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് MLA സനീഷ് കുമാർ ജോസഫ് ഈ വിഷയത്തിൽ വളരെ ആലോചിച്ച് ചിന്തനീയമായ തീരുമാനത്തിലേക്ക് കടക്കണം. അല്ലെങ്കിൽ അങ്ങയുടെ പ്രവർത്തനത്തെയും അത് ബാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൊരട്ടി നല്ലൊരു കൊരട്ടി തന്നെയാണ്. കൊരട്ടി ശാന്തമായിട്ട് തന്നെ പോകട്ടെ. കൊരട്ടിയിലെ കോൺഗ്രസ് പാർട്ടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകട്ടെ. ജനങ്ങൾ കൊരട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് പകരം നിങ്ങളുടെ ഈ തല്ലുപിടുത്തവും ഗ്രൂപ്പ് വഴക്കുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തിരിച്ചടി കോൺഗ്രസ് പാർട്ടിക്ക് നൽകും. അത് മേലൂരിൽ കിട്ടിയതിനേക്കാളും വലിയ തിരിച്ചടിയായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ കൊരട്ടിയിലെ നേതാക്കന്മാർക്കും നന്ദി, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട യുവ നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, അധികാരങ്ങളും മറ്റു സംഗതികളും ഒക്കെ അതിൻ്റെ വഴിയേ തന്നെ വരും. പക്ഷേ ചില അധികാര കസേരകളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്നെക്കൊണ്ട് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമോ? എന്നെക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? എന്തായിരിക്കും ഞാനിവിടെ വന്നിരുന്നാൽ ഈ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ? അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഏറ്റവും നിർഗുണനായിട്ടുള്ളൊരു മണ്ഡലം പ്രസിഡന്റ്, ഏറ്റവും നിർഗുണനായ വ്യക്തി എന്ന് രേഖപ്പെടുത്തും. ഇപ്പൊ മുരളീധരനെ പറ്റി KPCC പ്രസിഡന്റുമാരെ പറയുമ്പോൾ മുരളീധരനെ പറ്റി എല്ലാവരും പറയുന്ന സംഭവമില്ലേ, കേരളം കണ്ട ഏറ്റവും നല്ല KPCC പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിന്റെ മുരളീധരൻ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മളും അങ്ങനെ ആ രീതിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മളും ചിന്തിച്ച് ആലോചിച്ച് വേണം ഈ അധികാര കസേരയിലേക്ക് കയറാനെന്ന് എൻ്റെ സുഹൃത്തിനോട് പറയാതെ പറയുന്നു. മേൽ കമ്മിറ്റി നേതാക്കന്മാർ, MLA സനീഷ് കുമാർ ജോസഫ് അടക്കമുള്ള ആളുകൾ വളരെ ചിന്തനീയമായിട്ട് ചിന്തിക്കണം. അല്ലെങ്കിൽ കൊരട്ടി പട്ടണമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കോൺഗ്രസ് പാർട്ടി അവരുടെ തല്ലും ബഹളമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ അവസ്ഥയിലേക്ക് പോകുന്നത് വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കുക, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക.
ലീല ചേച്ചിക്ക് എല്ലാവിധ വിജയഭാവങ്ങളും യാത്രാഭാവങ്ങളും. നന്ദി, നമസ്കാരം.